തൂക്കസഭ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സമീപനം? അതിനുള്ള BJP വരാതിരിക്കാൻ ഞങ്ങൾ നോക്കും, അതുറപ്പാണ്. ഇന്നത്തെ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരാളാണ് അദ്ദേഹം, ഓക്കെ. ശ്രീ ശബരിനാഥ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചത്. ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് തെളിയിക്കാൻ കൊണ്ടുവരുമ്പോഴേക്കും അടുത്ത ആരോപണം വരിക. അങ്ങനെ അത് കാരണമാണ് നമ്മൾക്ക് ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത. താഴെ തട്ടിൽ നന്നായി പ്രവർത്തിക്കണം, അല്ലാതെ ഇപ്പോഴത്തെ കാലത്തെ പോലെ വെറും റീൽസ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഓക്കെ. ഈ ശബരിമല വിഷയത്തിൽ ഒട്ടും ആവേശം BJP കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ആവേശം കാണിച്ച് മെച്ചം ഞങ്ങൾക്ക് ഉണ്ടാവണ്ട എന്നുള്ള ധാരണയായിരിക്കാം. ഒട്ടും ആവേശം കാണിക്കുന്നില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, തൊട്ടടുത്തായി നിയമസഭാ തിരഞ്ഞെടുപ്പുമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ K. മുരളീധരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വളരെ വലിയൊരു ഫൈറ്റിലേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രതീതിയാണുള്ളത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും. അതെ, ഈ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ആദ്യ വാർത്തകൾ പുറത്തു വരുമ്പോൾ LDFും BJPയും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്. കാരണം ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും UDFന് 10 സീറ്റുകൾ വീതമാണ് കിട്ടിയത്. പക്ഷേ അങ്ങ് തിരഞ്ഞെടുപ്പ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു ത്രികോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പ്രതീതി വന്നിട്ടുണ്ട്. UDF ക്യാമ്പൊക്കെ ഉണർന്നിട്ടുണ്ടോ സർ? തീർച്ചയായും. കാരണം ഈ കഴിഞ്ഞ 2015-ലും 2020-ലും UDF ഇത്ര മോശമാവാൻ കാരണം ഒരു സീരിയസ് കണ്ടസ്റ്റ് ആണെന്ന് ജനത്തിന് തോന്നിയില്ല. ഇപ്പോൾ ആരെയാണ് മേയറായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, ആരെയാണ്, നിങ്ങൾക്ക് ഒരു നയമുണ്ടോ, എന്താണ് നിങ്ങളുടെ നയം, സ്ഥാനാർത്ഥികളുടെ ഒരു അങ്ങനെ എല്ലാം നോക്കുമ്പോൾ ഒരു അസംതൃപ്തി ജനത്തിനുണ്ടായിരുന്നു. അതാണ് സത്യത്തിൽ 3 കക്ഷികൾ തമ്മിൽ മത്സരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം വിജിലൻ്റ് ആവേണ്ടത്. കാരണം ഒരടി പുറകോട്ട് പോയാൽ നമ്മൾ വിച്ചർന്നങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് കാരണം ഞാൻ 2 ത്രികോണ മത്സരത്തിനെ ഞാനതിൽ പങ്കാളിയായ വ്യക്തി എന്നുള്ള എനിക്കറിയാം അതിൻ്റെ എന്തുമാത്രം ഗൗരവമാണ് ത്രികോണ മത്സരം എന്നുള്ളത്. നേരിട്ട മത്സരത്തിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ് ത്രികോണ മത്സരം. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു, നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ ഫീൽഡിൽ ഇറക്കി ശക്തമായി പ്രതിരോധിക്കണം. തിരിച്ചു വരണമെങ്കിൽ ആദ്യത്തെ ഒരു നമ്മളെക്കുറിച്ചൊരു ഇംപ്രഷൻ ജനത്തിനുണ്ടാവണം. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു ബൂസ്റ്റപ്പ് ആവാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇത്തവണ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഒന്നാമത്തേത് CPMൻ്റെ ഭരണത്തിനെ കുറിച്ച് വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ അവസാനത്തെ ഈ 5 വർഷക്കാലം എന്ന് പറഞ്ഞു അത് യൂട്ടിലൈസ് ചെയ്യാൻ തക്കവണ്ണം കരുത്തുള്ളവരല്ല BJP ഇന്ന് നഗരത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. ഒന്ന്, അവരുടെ ഉള്ളിലുള്ള ഇൻഫൈറ്റ്. 2, അവരുടെ കൗൺസിലറുടെ ആത്മഹത്യ. നന്നായിട്ട് ഈ കൗൺസിലൊക്കെ മുനിസിപ്പൽ ആക്റ്റൊക്കെ നന്നായി പഠിച്ച് പ്രസംഗിച്ച ഒരാളായിരുന്നു ശ്രീ അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും ആത്മഹത്യക്കുറിപ്പിലൂടെ പുറത്തു വരുന്ന ചില കാര്യങ്ങളൊക്കെ BJPക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മറ്റൊരു ബാങ്ക് പ്രസിഡൻ്റ് ആയിട്ടുള്ള ശ്രീ MS കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം BJPയുടെ നമ്പർ കുറയ്ക്കും. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പോരായ്മ, കേരള രാഷ്ട്രീയം അങ്ങനെ പഠിക്കാത്ത ഒരാളാണ്, പെട്ടെന്നാണ് ഇപ്പോൾ വന്ന് ഇതിൻ്റെ പ്രസിഡൻ്റ് ആയത്. അപ്പം അതിലുള്ള ഒരു ഗ്യാപ്പുണ്ട്, അവരുടെ പ്രവർത്തകരും നേതാക്കന്മാരുള്ള ഗ്യാപ്പുണ്ട്. ഇതെല്ലാം BJPയുടെ നമ്പർ കുറയ്ക്കാനേ സഹായിക്കും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ 2 നെഗറ്റീവുകൾക്കിടയിലൂടെ നടന്ന് പോസിറ്റീവ് ആവുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ചെറുപ്പക്കാർക്കിടയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറി എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പോസിറ്റീവ് അപ്രോച്ച്, തൊഴിൽ മേഖലയുമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ. ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക UDFന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങൾ ഒറ്റ കാര്യം നോക്കിയുള്ളൂ, ഒരു നല്ലൊരു ഫേസ്, ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ ഒരു കാൻഡിഡേറ്റ് നല്ലൊരു ഫേസ്, എങ്ങനെയുണ്ട് ആ കുട്ടിക്ക് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമോ,
എന്നൊക്കെ തെളിയിക്കാൻ ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണ് പുതിയ യങ് ജനറേഷന്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ചിട്ടയ പ്രവർത്തനത്തിൽ ജനങ്ങൾ സംതൃപ്തരാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇത്തവണ വളരെയധികം ചെറുപ്പക്കാർക്കാണ് ഇത്തവണ സീറ്റ് കൊടുത്തത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ഭാരവാഹികൾ എല്ലാവർക്കും ഈ കോർപ്പറേഷനിൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ എക്സ്പീരിയൻസ് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുന്നതിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഞാനാണ് പറഞ്ഞത് ആദ്യം തന്നെ നമുക്ക് പ്രഖ്യാപിച്ചങ്ങ് അടിച്ചു കയറാന്ന് പറഞ്ഞു. അത് പാർട്ടി അനുമതി തന്നു. കാരണം അത് ഈ ചർച്ചകൾക്കൊന്നും ഇട നൽകിയില്ല, അതിനുള്ള സ്പേസ് കൊടുത്തില്ല. അതെ 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 ആദ്യഘട്ട പട്ടിക ചിലപ്പോ ഈ മീഡിയാസിന് ചോർന്ന് കിട്ടാറുണ്ട്, അതൊന്നും ഇപ്പൊ ഉണ്ടായില്ല. ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മളിങ്ങനെ ലിസ്റ്റ് വേണോ വേണ്ടേ, പെട്ടെന്ന് ഇറക്കണോ വേണ്ടതെന്ന് 2 ചർച്ച വന്നപ്പോൾ ഇറക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചുകൊണ്ടാണ് അന്ന് തന്നെ ഇറക്കാൻ പറ്റിയത്. ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കുമ്പോൾ UDFന്റെ പ്രവർത്തകർ അടിത്തട്ടിൽ ഒരു സജീവമാകാത്തൊരു സാഹചര്യമുണ്ട്. അത് ഈ കോർപ്പറേഷനിൽ മറ്റൊക്കെ ഇപ്പൊ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ്? കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നപ്പോൾ നമുക്കറിയാം ഇത് ലോക്കൽ ബോഡിയാണല്ലോ. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർക്ക് അവിടെ കുറച്ച് സ്വാധീനം ഉണ്ടാവും. അങ്ങനെ അവരുടെ കുറേ ആൾക്കാർ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു ഓളുണ്ടാക്കാൻ പറ്റും. അതെ. അപ്പൊ ഈ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ത്രികോണ മത്സരങ്ങൾ ഫേസ് ചെയ്ത് പരിചയമുള്ള ആളാണ്. പലപ്പോഴും ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോഴും ചർച്ചയിലാണ്. അതെ 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 അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ തീർച്ചയായിട്ടും അങ്ങ് വിനിയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും. ഏത് തരത്തിലുള്ള അപ്രോച്ചാണ് ഇനിയിപ്പോ UDF ഇനി അങ്ങോട്ട് കുറച്ച് ദിവസമാണുള്ളത്? അതെ, ഇനിയിപ്പോ നഗരത്തിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു രേഖയുണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ വെക്കും. കഴിഞ്ഞ ഭരണസമിതിയുടെ കുറ്റപത്രം മാത്രമല്ല. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ആ കാര്യങ്ങളും കൂടെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറേയേറെ പ്രഖ്യാപനങ്ങൾ വന്നു ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. കാരണം വീഴ്ചകൾ മറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എങ്ങനെയാണ് കാണുന്നത് അതിനെ? അല്ല, ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഏതാണ്ട് 10,000-ൽ പരം കോടിയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയാണ്. അതെങ്ങനെ കണ്ടെത്തും? അതെങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഒന്നും പറയുന്നില്ല. ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനുള്ള പൈസ പോലും ഖജനാവിലില്ല. അതുകൊണ്ടാണ് പറയുന്നത് സഹകരണ ബാങ്കുകളോട് പൈസ റേസ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം അതാ. പക്ഷെ അവരുടെ കയ്യിലും ഇല്ല. ഇപ്പം സഹകരണ മേഖലയും വളരെ മോശത്തിലാണ്. കാരണം ജനത്തിന് സഹകരണത്തിനുള്ള ഒരു വിശ്വാസം കുറഞ്ഞു. ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബാങ്കുകളുടെ തകർച്ചയായിരിക്കാം. കരുവണ്ണൂർ ബാങ്ക്, കണ്ടള ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ടല്ലോ. ആ സഹകരണ ബാങ്കുകളിലുണ്ടായ തകർച്ച ഈ മേഖലയോട് ജനത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി. അത് ദൗർഭാഗ്യകരമാണ്. പക്ഷെ എന്നാലും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ പ്രാദേശിക വിഷയങ്ങളായിരിക്കും തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ചയാവുക. കൂടുതൽ ദേശീയ വിഷയങ്ങളോ സംസ്ഥാന വിഷയങ്ങളോ ഒക്കെ തന്നെ ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ടോ? ഏതൊക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ? അല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ അതും ഞങ്ങൾ ഫോക്കസ് ചെയ്യുമല്ലോ. പക്ഷേ മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പം നഗരസഭയിൽ ഉള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അത് ഓവർകം ചെയ്യുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനനുസരിച്ച് ഒരു ടീമിനെ തന്നെയാണ് ഞങ്ങൾ വാർത്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശ്രീ ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കിയത് തീർച്ചയായിട്ടും ഇന്നത്തെ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം, ശ്രീ ശബരിനാഥ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചത്. എന്നാൽ പഴയ ആൾക്കാരൊന്നും തള്ളിയിട്ടിട്ടുമില്ല. 70 വയസ്സ് കഴിഞ്ഞ ജോൺസൺ ജോസഫും ഉണ്ട് ഈ തവണ മത്സരത്തിന്. പേട്ടയിലെ ശ്രീ അനിൽകുമാർ, അവരൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ്സുകാരാണ്. അവരെയും ഞങ്ങൾ ഉൾക്കൊണ്ടു, പുതിയ ആൾക്കാരെ ഉൾക്കൊണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള വോട്ടർ പട്ടികയാണ് ഇത്തവണ പുറത്തു വന്നിട്ടുള്ളത്. ഈ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഇതിനിടയിൽ കേട്ടു. അത് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. കോൺഗ്രസ് പോലത്തെ ജനാധിപത്യ പാർട്ടിയിൽ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, മറ്റേ ഇങ്ങനെയല്ലോ. അതെ, ശരിയാണ്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു മെട്രോ ആവാൻ ആഗ്രഹിക്കുകയാണ് കുറേ നാളുകളായി. അങ്ങനെ ഇതിന്റെ മുക്കുമൂലം എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മാസ്റ്റർ സ്ട്രോക്ക് പോലെ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാനുണ്ടോ? കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമല്ല, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് മുന്നിൽ. എല്ലാം ചേർത്ത് ഞങ്ങൾ അതായത് കുറച്ചൊരു മോഡേൺ ആയിട്ടുള്ള ചില വിഷയങ്ങൾ കൂടെ ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് മിക്കവാറും ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് ഉണ്ട്. ഇപ്പം എൻ്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടക്കുകയാണല്ലോ. അത് 11-ാം തീയതി സമാപിച്ചു കഴിഞ്ഞാൽ 12-ാം തീയതി KPCCയുടെ പരിപാടിയുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക്, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം 14-ാം തീയതിയാണ് ഞങ്ങൾ കോർപ്പറേഷൻ മാർച്ച് നടത്തുന്നത്. അപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഞങ്ങൾ അവിടെ അവതരിപ്പിക്കും. ആ സമയത്ത് അത് പുറത്തുവിടും. തീർച്ചയായിട്ടും.
ഈ ശബരിമല വിഷയം വന്നപ്പോൾ അതിനെക്കുറിച്ച് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഇപ്പോഴും അത് മനുഷ്യരുടെ സാധാരണ മലയാളികളുടെ മനസ്സിൽ ചർച്ചയായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം വിശ്വാസികൾക്ക് വളരെയധികം വേദനയുണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരാൾ വഴിപാടായിട്ട് ഇപ്പം എനിക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാക്കിയാൽ ദൈവം തന്നാൽ ഇത് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വഴിപാടുകളും ആ വഴിപാടുകൾ പണമായിട്ട് മാത്രമല്ല സ്വർണമായിട്ടും ആഭരണങ്ങളായിട്ടൊക്കെ കൊടുക്കും. അതൊക്കെ അടിച്ചു കൊണ്ടുപോകാന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നവരുടെ മനസ്സിലുണ്ടാവുന്ന വേദന ചില്ലറയല്ല. അപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ജനത്തിന് ശക്തമായിട്ട് പ്രതിഷേധമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ ഈ ശബരിമല സംരക്ഷണ യാത്ര നടത്തിയിരുന്നു കേരളത്തിൽ. ഞാൻ മലബാർ ഭാഗത്താണ്. എനിക്ക് കാസർഗോഡ് മുതൽ മറ്റേ മലപ്പുറം എൻഡ് വരെ, പിന്നെ ഏറ്റുമാനൂര്, ഇവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് ഭക്തജനങ്ങൾ ഈ മതം നോക്കാതെ ജാതി നോക്കാതെ ജനങ്ങൾ ആ യോഗത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം അവർ പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഒരു അടിയേറ്റാൽ നാളെ ഞങ്ങൾക്ക് വലിക്കും. ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ യാത്രയിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്ന് വലിയ രീതിയിൽ ജനവികാരമുയർന്നു, UDF അനുകൂലമായി. ഇപ്പൊ വീണ്ടും സ്വർണ്ണ കൊള്ള വന്നിരിക്കുകയാണ്. ഈ ജനവികാരം ആർക്ക് അനുകൂലമാകുന്നതാണ് അങ്ങ് കരുതുന്നത്? അല്ല, UDF ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് മറ്റൊന്നും കൊണ്ടല്ല. വിശ്വാസം സംരക്ഷിക്കപ്പെടണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, ആ ഒരു ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഈ രംഗത്ത് വന്നത്. അല്ലാതെ ഇതിൻ്റെ പേരിൽ എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല, അങ്ങനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. വേറൊരു കാര്യം, സാർ ഇന്ന് കേട്ട് കാണും, കെ ജയകുമാർ IAS സാറിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുക, തിരുവിതാംകൂർ ദേവസ്വം. അപ്പോൾ അതൊരു ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അവര്? ഇപ്പോൾ ഇപ്പോഴത്തെ തളച്ചു മറിയുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ജയകുമാർ വരുമ്പോൾ ഒന്ന് ശാന്തമാവുന്നതാണ് ഇവരുടെ ഫീലിംഗ്. പക്ഷേ ജയകുമാറിന് കാര്യമൊന്നും ചെയ്യാനില്ല. കാരണം ഒരു നോക്കുകുത്തിയായിട്ടിരിക്കേണ്ടി വരും ഈ സിസ്റ്റത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയ വിശ്വാസമില്ല. പക്ഷേ ജയകുമാർ ഇസ് കറക്റ്റ് പേഴ്സൺ. അപ്പം ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും സർക്കാരിനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ അതൊക്കെ LDFകാർ ചോദിക്കുന്നത്, നിങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ലേ ഉന്നയിക്കുന്നത്, തെളിയിച്ചോ? എന്തായി നിങ്ങൾ ഉയർത്തി കാട്ടിയ ആരോപണം? അതായത് ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചതൊന്ന് തെളിയിക്കാൻ കൊണ്ടുവരുമ്പോഴേക്കും അടുത്ത ആരോപണം വരിക. അങ്ങനെ അത് കാരണമാണ് നമ്മൾക്ക് ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴെടുത്തിട്ടുള്ള തീരുമാനം, ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിസമാപ്തി എന്താണ്, അതിനുശേഷം അടുത്ത മതി. അതാണ് ഞങ്ങൾ എടുത്തുള്ള തീരുമാനം. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് സാർ, ഈ രാഷ്ട്രീയ നിരീക്ഷകരാണ് ചോദിക്കുന്നത്, നമ്മുടെ UDFന്റെ യുവജന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ സമരം ഉയർത്താത്തത് എന്ത്, ശക്തമായ പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നാലല്ലേ ജനങ്ങൾ അറിയൂ എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുന്നു. അങ്ങയുടെ അഭിപ്രായം എന്താണ് ആ കാര്യത്തിൽ? അല്ല, അത് കോൺഗ്രസിന്റെ സംസ്കാരം ഉണ്ടല്ലോ, ഈ തീ കത്തിക്കലും ബഹളം ഉണ്ടാക്കലും ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടന്നാൽ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല ആളുകളും എതിരായിട്ട് മാറും. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വിഷയം വരുമ്പോൾ ജനത്തിനെ വളരെയധികം ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അവർ കൂടെ നിൽക്കും. പക്ഷെ അതേ സമയത്ത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാലോ കൂടെ നിൽക്കുന്നത് അയ്യേ അത് വേണ്ടെന്ന് പറയും. അത് ശരിയാണ്. സമരത്തിന്റെ ഗതിയൊക്കെ മാറുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മാറേണ്ടതല്ലേ നമ്മുടെ പ്രതിഷേധ രീതി? അതൊക്കെ മാറേണ്ട ആവശ്യം തന്നെയാണ്. ഇപ്പോൾ വേറൊരു വിഷയം കൂടി, അതും ഏറ്റവും ഒടുവിൽ വന്നതാണ്. ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുത്ത് നിർത്താനായി BJP മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അതിലൊന്നും അവർക്ക് ഇവരൊരിക്കലും വിശ്വാസം ഉണ്ടാവില്ല. കാരണം പെട്ടെന്നായിരിക്കും അവരെ തനി സ്വഭാവം കാണിക്കുക. ക്രിസ്ത്യാനികളുമായിട്ട് എല്ലാം നല്ല ബന്ധം വെച്ച് അരവനയിൽ കയറി അങ്ങനെയൊക്കെ അവർക്കും ചെറുതായിട്ട് മാനസികമായിട്ട് ഒരു ഇളക്കം ഉണ്ടായി. എന്താ BJPനോട് എന്തിനാ അത്ര തൊട്ടുകൂടാത്ത എന്തിനാ എന്നുള്ള ഫീലിംഗ്. പക്ഷെ അപ്പോഴേക്കാണ് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലൊക്കെ കന്യാസ്ത്രീമാരെ ആക്രമിക്കലും ദ്രോഹിക്കലും ഇതൊക്കെയായപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്താണെങ്കിലും ഇത് നേരെയാവില്ല എന്ന്. അതെ, ഇതിപ്പോ വേറൊരു വിഷയം വരുന്നത്, വളരെ ശക്തമായ ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ രംഗത്തുണ്ട്, ഒന്നിനു പിറകെ ഒന്നായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാനയിലെ വോട്ട് ചോരിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തോന്നുന്നു, രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ നീക്കങ്ങൾ എത്രത്തോളം ഫലം കാണുമെന്നാണ്? അല്ല, അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ താഴെ മിഷണറി തയ്യാറാവണം, പാർട്ടി മിഷണറി. അപ്പോൾ ഇതിന്റെ പബ്ലിസിറ്റി അതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ചാനലിലൊക്കെ 1-2 ദിവസം കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ട്രെൻഡ് അങ്ങ് മാറും. നേരെ മറിച്ച് ഇതിൻ്റെ പാർട്ടി മിഷണറി കാര്യങ്ങൾ ഏറ്റെടുത്ത് ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയാൽ ഇതുകൊണ്ട് പ്ലസ് പോയിന്റ് ഉണ്ടാവും, സംശയമൊന്നുമില്ല. അതിനുള്ള ഒരു
കാരണം പുനരുജ്ജീവിപ്പിക്കേണ്ട കാലം അത് കാരണം കുറെ കൂടി സ്ട്രോങ് ആയിരിക്കണം. എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഒരു ഉദാസീന മനോഭാവം ആ കുറച്ച് മുൻപ് ഈ ആ അടിത്തട്ടിലുള്ള ആ പ്രവർത്തകരൊക്കെ ആ വന്നോന്ന് ആ തോന്നുന്നു. ആ ഇപ്പൊ അവർ വീണ്ടും ശക്തമായിട്ട് വരുന്നുണ്ടോ? അതെ, പ്രവർത്തകർക്ക് നല്ല ആവേശമുണ്ട്. ഉം. പ്രവർത്തകർ ആവേശമായിട്ട് വരുന്നുണ്ട്, ജനങ്ങൾക്കും ആവേശമുണ്ട്. അപ്പൊ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ ഉണ്ട് ഉണ്ട് സാധിക്കും. ഉണ്ട്. ശക്തമായിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന വേറൊരു വിഷയം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ആ ബന്ധപ്പെട്ടുള്ള ആ കാര്യമാണ്. ഈ 2 തവണ പ്രതിപക്ഷത്തിരുന്നു UDF. അതെ അതെ. ഇനി ഒരിക്കൽ കൂടി ആയാൽ വലിയൊരു വിഷയമായിരിക്കും. അല്ല, ഇനി അങ്ങനെ ഒരു തോൽവി ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. ഉം. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ജയിക്കണം എന്നൊരു വാശി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വാശി പ്രവർത്തകർ പലപ്പോഴും പറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു സങ്കടം അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ആ നേതൃത്വം ഞങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നില്ല. എല്ലാവരും അവരവരുടെ കാര്യവും അവരവരുടെ തർക്കങ്ങൾ അവരവരുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ആ ഞങ്ങൾ ഈ അടുത്തിട്ടുള്ള ആൾക്കാരുമായി ആ സംസാരിക്കുമ്പോൾ ആ ആ കേൾക്കുന്നതാണ്. ആ ആ ഒരു വിഷയത്തിൽ അവരുടെ ആശങ്ക പരിഹരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ പാർട്ടിയുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ ജംബോ കമ്മിറ്റികൾ വരുമ്പോൾ ഉം. അതിൽ ഉൾപ്പെടാത്തവർക്കൊരു നിരാശയുണ്ടാവും. അതെ. ചിലപ്പോൾ ജംബോ കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്ന വ്യക്തി പുറത്ത് നിൽക്കുന്ന ആളേക്കാൾ മോശക്കാരനായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രവർത്തകർക്ക് ഒരു വികാരം ഉണ്ടാകുന്നത്. ഉം. ആ വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുന്നത് അപകടമാണ്. ഉം. അതൊരിക്കലും ഉണ്ടാക്കാൻ സമ്മതിക്കരുത്. ഓക്കെ. ഞാൻ ആ നിലപാടുകാരാണ്, അന്ന് ഇന്നും അതെ. ഈ കോർ കമ്മിറ്റിയുടെ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ആ ആ കേരളത്തിലെ കോർ ആ കമ്മിറ്റി വന്നിട്ടുണ്ട്. ആ ആ കോർ കമ്മിറ്റിയിൽ ചിലരൊക്കെ തന്നെ അങ്ങിപ്പോൾ ഉം, പറഞ്ഞതുപോലെ ഉം, ഇടം നേടേണ്ടവർ പുറത്തായി പോയി എന്ന് ഉം, പറയും. ചില പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ പേര് പറയുന്നുണ്ട്. ബെന്നി ബെഹനാൻ ആയാലും KC ജോസഫ് ആയാലും ഉം. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഇക്കാര്യത്തിൽ എന്താണ് അങ്ങയുടെ നിലപാട്? ടോപ്പ് കമ്മിറ്റി ഉണ്ടാക്കാൻ തന്നെ കാരണം, രാഷ്ട്രീയകാര്യ സമിതി ആദ്യം 21 കമ്മിറ്റി ആയിരുന്നു, ഉം. നോമിനേറ്റ് ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് 40ആയി. ഉം. അപ്പോൾ അങ്ങനെ വിശാല ചർച്ച നടത്താൻ കഴിയില്ല. ഓക്കെ. കോൺഗ്രസ് പോലത്തെ ഒരു ദേശീയ പാർട്ടിക്ക് ഇത്രയും ആൾക്കാരൊപ്പം ഇരുത്തി ഒരു 100, 200, 150 ആൾക്കാർ ഇരുത്തിയിട്ടൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല. തീരുമാനം എടുക്കണമെങ്കിൽ ഒരു ചെറിയ ബോഡി വേണം. ഉം. ആ ചെറിയ ബോഡിക്ക് ഒരു നോംസ് ഉണ്ടാവണം. ഉം. 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 അതെ. ഇപ്പോൾ നോംസിൽ നിന്ന് നോംസ് അല്ലാതെ എടുത്തത് ശ്രീമതി ഷാനി മോളെയാണ്. പക്ഷേ അതിൻ്റെ കാരണം മറ്റുള്ളവരൊക്കെ പുരുഷന്മാരായിരുന്നു. ഉം. അപ്പോൾ 50% സ്ത്രീകൾക്ക് സംവരണം വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഒന്നുപോലും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? ശരിയാണ്. അങ്ങനെയാണ് മറ്റേ ഷാനി മോളെ ഈ കമ്മിറ്റിയിൽ കൊണ്ടുവരാൻ കാരണം. അത് ഏതായാലും നല്ലൊരു എടുപ്പുള്ള കമ്മിറ്റി തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ ജംബോ കമ്മിറ്റികളെ കുറിച്ച് കുറേ നാളായി പറഞ്ഞു ആ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ജംബോ കമ്മിറ്റിയിലുള്ളവർക്ക് ഒരു 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 ആവേശം പ്രവർത്തകരിലേക്ക് പകരാനും കഴിയണം. ഇത് തീർച്ചയായിട്ടും. കാരണം ഈ ജംബോ കമ്മിറ്റിയുടെ ഒരു കുറവ് എന്താന്ന് പറഞ്ഞാൽ, ഇത്രയധികം ആൾക്കാരുള്ളപ്പോൾ, മുമ്പൊക്കെ ഞാൻ KPC ജനറൽ സെക്രട്ടറിയേറ്റ് വരുമ്പോൾ 5 പേരാണ് ഞങ്ങൾ. ഉം. അപ്പോൾ ആ 5 പേർക്ക് ഫലപ്രദമായിട്ട് അന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പറയുമ്പോൾ അന്ന് ഗ്രൂപ്പ് കത്തിയിരുന്ന കാലമാണ്. ആ സമയത്ത് പോലും ഞങ്ങൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചു. അതിൽ കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. അങ്ങ് KPC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ വളരെ അഗ്രസീവായിട്ട് ആ കുറച്ചു കാലമായിരുന്നുവെങ്കിലും ആ അത് വളരെയേറെ ആ ഇഫക്റ്റീവായി ആ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആ സാധിച്ചു. ആ ആ ഒരു മാറ്റം ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഫീൽഡിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി പുതിയ ആൾക്കാർ വരട്ടെ. പുതിയ ആൾക്കാർ വരുമ്പോൾ മാത്രമാണ് പാർട്ടിക്കൊരു ഉത്തേജനം ഉണ്ടാവുക. ഉം. ഞങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കാം, അതിനൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ പുതിയ നേതാക്കൾ എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളുണ്ടായി. ഉം, ആ, എങ്കിലും എത്രത്തോളം ശക്തമായി അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു യുവനിര ഈ കോൺഗ്രസിനുണ്ട് എന്നാണ്. കോൺഗ്രസിൽ നിലയുണ്ടല്ലോ. ഇപ്പോൾ PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെട്ടൊരു നീണ്ട നിരയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്താൽ മാത്രം മതി. അതിപ്പോൾ നൽകുന്നുണ്ട് പാർട്ടി നേതൃത്വം. ഒരു ഒരു യുവ നേതാക്കളോട് പറയാനുള്ള അല്ലെങ്കിൽ പ്രവർത്തകരോട് പറയാനുള്ള കാര്യം എന്താണ്? കാരണം ഇപ്പോൾ കോൺഗ്രസിന്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാലും ഇന്ന് കേരളത്തിൽ ഏത് മണ്ഡലത്തിലും ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് മത്സരിക്കാൻ സാധിക്കുന്ന, എനിക്ക് തോന്നുന്ന അങ്ങയുടെ പേരായിരിക്കും ആദ്യം വരുന്ന ആ ലിസ്റ്റിൽ. അപ്പോൾ അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും കൃത്യമായ അഭിപ്രായം ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകണം, നമുക്ക് നമ്മുടെ കോൺഗ്രസിനെ ഉയർത്തിയെടുക്കണം എന്ന് ഏത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ? അതായത് അവരോട് എനിക്ക് പറയാനുള്ളത്, താഴെ തട്ടിൽ നന്നായി പ്രവർത്തിക്കണം. അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് പോലെ വെറും റീൽസ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. മാത്രമല്ല, ഇപ്പൊ യൂട്യൂബിലൊക്കെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നാൽ പോലും ഇതൊന്നും ശ്രദ്ധിക്കാത്ത കുറെ ജനമുണ്ട്. ഇപ്പോഴും സാധാരണ പത്രം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ.
ഓക്കെ. അപ്പം ഇത്തരത്തിൽ ഒരു സാഹചര്യം കൂടി വരികയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇപ്പൊ അതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉള്ള പ്രതീക്ഷകളെ കുറിച്ചൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ അതെ കാണുന്നുണ്ട്. അതെ ഇനി അതെ നിയമസഭയിലും കൂടി ഇനിയിപ്പോ ഒരിക്കൽ കൂടി പുറത്തിരിക്കാൻ സാധിക്കില്ല അല്ല, എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇനി പുറത്തിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ. ആ ഒരു ഒത്തൊരുമ ആ, നേതൃത്വത്തിൽ ഉണ്ടാകുമോ വിട്ടുവീഴ്ച തീർച്ചയായിട്ടും ചെയ്ത്? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഈ നേതാക്കൾക്ക് ആ ആ ഒത്തൊരുമയുടെ ഒരു സന്ദേശം, ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം കൂടി ജനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് അതെ തോന്നുന്നു. അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരു മനസ്സോടെ നീങ്ങുന്നു. ഓക്കെ. ഇനിയിപ്പോ ദേശീയ തലത്തിലേക്ക് നോക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഭാവിയെക്കുറിച്ചും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയെക്കുറിച്ചും എന്താണ് അങ്ങേക്ക് ആ പറയാനുള്ളത്? അല്ല, ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംസ്ഥാനങ്ങളിൽ ശത്രുതയുള്ളവർ ഇന്ത്യ മുന്നണിയിലുണ്ട്. ഉം, അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വോട്ടുകൾ ചിതറാതെ നോക്കുക. ഉം, അപ്പം അങ്ങനെ വരുമ്പോൾ ഈവൻ ഞാൻ പറയാം, കേരളത്തിൽ പോലും BJP ജയിക്കാൻ സാധ്യതയുള്ള നിയമസഭാ സീറ്റുകൾ ജനത്തിന് സംശയം തോന്നിയാൽ അവരെ തോൽപ്പിക്കാൻ തക്ക കരുത്തുള്ള ഏത് സ്ഥാനാർത്ഥിയാണ്, UDFനാണോ LDFനാണോ, അത് നോക്കിയിട്ടായിരിക്കും ജനം വോട്ട് ചെയ്യുക. ഉം. അപ്പോൾ ആ കാര്യത്തിൽ ഒരിക്കലും UDF പുറകോട്ട് പോകാൻ പാടില്ല. ഓക്കെ. കാരണം ഞാൻ പറഞ്ഞാൽ ത്രികോണ മത്സരത്തിൽ ഒരടി പുറകോട്ട് പോയാൽ നമ്മൾ വാഷ് ഔട്ട് ചെയ്തു പോകും. ആ രീതിയിൽ നമുക്ക് അസംബ്ലിയിലും പ്രവർത്തിക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള സീറ്റുകളിലൊക്കെ സാധാരണ നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുക്കാതെ തന്നെ നമ്മുടെ പ്രവർത്തകർ, ഇപ്പോൾ BJP സ്ഥാനാർത്ഥി നിൽക്കുകയാണ്, അവർ തോൽപ്പിക്കണം. അപ്പോൾ കോൺഗ്രസും തയ്യാറായിട്ട് വരികയാണ്. അപ്പോൾ പ്രവർത്തകർക്ക് ഒരു ആവേശം ഉണ്ടാവും, അവർ കോൺഗ്രസിനെ സഹായിക്കും, ജയിക്കാൻ കഴിയും. ഓക്കെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനം ഗംഭീരമായിരുന്നു അതെ UDFന്റെ. അതെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അതെ റിസൾട്ട് അതിനനുസരിച്ച് വരികയും ചെയ്തു. അതെ 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 പക്ഷെ അതിനുശേഷമാണ് ഈ പറഞ്ഞ ഈ അസ്വാരസ്യങ്ങളൊക്കെ വന്നത്. ആ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ആ ആ ഉപതെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് ആ UDFിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം ജനം മാറ്റം ആഗ്രഹിക്കുന്നു. ഉം. അപ്പോൾ അങ്ങനെ ജനം മാറ്റം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ നിന്നു കൊടുത്താൽ ജനം നമ്മളെ ജയിപ്പിക്കും. ഓക്കെ. വേറൊന്ന്, ഈ ഇരട്ട വോട്ട്, കള്ളവോട്ട് ഇതൊക്കെ തന്നെ വലിയ വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യ ആ ഒട്ടാകെ വലിയ ആ വിഷയമാണ്. ആ കേരളത്തിലും ആ ഉണ്ടായിട്ടുണ്ട്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അതെ തന്നെ അടൂർ അതെ പ്രകാശ് അതെ ആറ്റിങ്ങലിൽ ആ വലിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞുവെങ്കിൽ തന്നെയും ആ അതിനെ തടയാൻ ഒരു കാര്യക്ഷമമായ ഒരു മാർഗം നമുക്ക് മുന്നിലുണ്ടായിരുന്നില്ല. പ്രവർത്തകരെ അവിടെ ഇരുത്തുക, ബൂത്ത് നിരീക്ഷണം ശക്തമാക്കുക അതെ എന്നുള്ളതിനപ്പുറത്തേക്ക് അതെ ഇക്കുറി ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ആ അത് തടയാൻ വേണ്ട നടപടികൾ UDFിന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. തീർച്ചയായിട്ടും അണികൾക്ക് വേണ്ട നിർദ്ദേശം നൽകിക്കൊണ്ട്, ഇപ്പോൾ ഏതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ഈ വോട്ടർ പട്ടികയിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ, ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലാണെങ്കിൽ കേരള ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും സെപ്പറേറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ID പ്രൂഫ് അല്ല. ഓക്കെ. അതെ അതെ അതെ. അപ്പോൾ എന്ത് പറ്റും, ഒരാൾ രണ്ടിടത്ത് വോട്ട് ചേർത്തു എന്ന് വിചാരിക്കുക, ആ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തുള്ള നമ്പർ രണ്ടും രണ്ടായിരിക്കും ഇവിടെ. ഓ. ID പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ, അതെ ഇതങ്ങനെയല്ല. അതെ. ഇപ്പോൾ ഒരാൾക്ക് S എന്ന് പറയുന്ന ആൾക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ട്. ഉം. അയാൾ ഒരു സ്ഥലത്ത് പോയിട്ട് ID കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യും. ഇത് മായ്ക്കാൻ പ്രയാസമില്ലല്ലോ. മായ്ച്ചു കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയിട്ട് വേണമെങ്കിൽ അവർക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ നമ്മൾ വിജിലൻ്റ് ആവണം. അപ്പോൾ ഞങ്ങൾ കുറേ പേര് സെലക്ട് ചെയ്തു, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് വോട്ടുള്ളവരുടെ. ഇവർ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള പോളിംഗ് ബൂത്തിലേക്കൊക്കെ ഞങ്ങൾ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തത് എന്താ അറിയോ, ഇയാൾ വരുമ്പോൾ ആദ്യം തടയുക. തടഞ്ഞു കഴിഞ്ഞിട്ടും ഒരു അന്വേഷണത്തിൽ ഇയാൾ എവിടെയും വോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ വോട്ട് ചെയ്യാൻ സമ്മതിക്കുക. പക്ഷേ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഇയാൾ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ബൂത്തിനെ നേരത്തെ അറിയിക്കണം. ഇന്ന ആൾ ഇവിടെ ഒന്ന് വോട്ട് ചെയ്ത് പോയി കേട്ടോ, ഇനി ആളെ അവിടെ നിന്ന് തടഞ്ഞുകൊള്ളാം. അങ്ങനെയുള്ള പരിശീലനം നൽകാനും ഞങ്ങൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഒരുപാട് വോട്ട് അങ്ങനെ ഉണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ തന്നെ ഒരാളെ 3 കൊണ്ടു. ഓക്കെ. അപ്പൊ ആ 3 ബൂത്തിലെയും പ്രവർത്തകരെ 3 പ്രവർത്തകർക്ക് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തു. ഓക്കെ. ഇനിയിപ്പോ വരുന്ന വേറൊരു, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ വരാൻ പോകുന്ന ചർച്ചകളിലൊക്കെ തന്നെ ആരോപണം നേരിടാൻ പോകുന്നത് SDPI പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം. അല്ല, ഞങ്ങൾ ഇത്തവണ അങ്ങനെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. സാധാരണ ഉള്ള തോതുള്ള സ്വതന്ത്രന്മാരെ പോലെ ഞങ്ങൾ ഒഴിവാക്കി. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മതി. കാരണം ഒരു സ്വാതന്ത്ര്യം വരുമ്പോൾ ഇങ്ങനത്തെ ആശയക്കുഴപ്പം ഉണ്ടാവും.
അത് SDPIക്കാരുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണോ, വെൽഫെയർ പാർട്ടികളുടെ ബന്ധത്തിൻ്റെ ഭാഗമാണോ? അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ കേരളത്തിന്റെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ 1-2 കാര്യം കിട്ടിയിട്ട് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് തന്നെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അങ്ങ് വിജിലന്റ് ആയിട്ടുണ്ടാകണം. BJP CPM രഹസ്യധാരണ സംബന്ധിച്ചുള്ള അത് ഞങ്ങൾ വിജിലന്റ് ആണ്. കാരണം ഞങ്ങൾക്ക് സംശയം ഫീൽ ചെയ്യാൻ കാരണം, ഒന്ന്, ഈ ശബരിമല വിഷയത്തിൽ ഒട്ടും ആവേശം BJP കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ആവേശം കാണിച്ച് മെച്ചം ഞങ്ങൾക്ക് ഉണ്ടാവണ്ട എന്നുള്ള ധാരണയായിരിക്കാം. ഒട്ടും ആവേശം കാണിക്കുന്നില്ല. ഒരു പേരിന് വേണ്ടി സമരം നടത്തിയെന്ന് മാത്രം. സമരത്തിന് വേണ്ടി സമരം നടത്തി അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ജനത്തിന് കാര്യം മനസ്സിലായി, ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള കാര്യം ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അവിടെ ഒരുപാട് ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ രഹസ്യധാരണ ഉണ്ടെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് വർക്ക് ചെയ്യാൻ അതെ അതെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മുഴുവൻ അതാണ്. ഈ ഒരു വിഷയത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ PM ശ്രീ വിഷയത്തിലാണെങ്കിൽ തന്നെയും ഒരു രഹസ്യധാരണ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണല്ലോ. കാരണം ഇപ്പോൾ ഇവർക്ക് SSA ഫണ്ടിൽ നിന്ന് കിട്ടേണ്ട ആദ്യ ഗഡു കിട്ടിക്കഴിഞ്ഞു. 150 കോടിയെ മറ്റേ റിലീസ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് ആ കത്ത് അവിടെ അയച്ചിരുന്നെങ്കിൽ, ഞങ്ങളിത് പിന്മാറാൻ പോകാതൊരു കത്ത് അയച്ചാൽ അവർ ആ പണം റിലീസ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം ഇതൊക്കെ ധാരണയുണ്ട്. ഇപ്പം CPIക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല. CPIക്ക് അറിയാൻ കത്തയച്ചിട്ടില്ല. കത്തയച്ചാൽ ഈ പണം വരില്ല എന്ന് അവർക്കറിയാം. ഓക്കെ. അപ്പം അവര് ഒരു അച്ചിയുണ്ടാക്കി, എന്നാൽ ശാന്തമായി. അത് അവരുടെ മുന്നണിയിലെ സ്ഥാനം കുറെ കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ, അതോ അല്ല, അവർക്ക് ഒരു ഷോ വർക്ക് കാണിച്ച് എങ്ങനെയും നിലനിൽക്കണം. ഓക്കെ, തങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കളി കളിക്കുന്നത്. എന്നാൽ അകത്ത് നിന്ന് വഴങ്ങി കൊടുക്കും ചെയ്യും. പുറത്ത് നിന്ന് ബഹളം ഉണ്ടാക്കും, അകത്ത് വഴങ്ങി കൊടുക്കും. ഇനിയിപ്പോ UDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുമോ? അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതില് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ വിഡ്രോവൽ വേണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം വേണം. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ അതിനെക്കുറിച്ച് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം PM ശ്രീയിൽ ഏറ്റവും ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ ഫണ്ടിൻ്റെ പേരിൽ എന്താണ് സിലബസിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരുപാട് കാലം വിദേശികൾ ഭരിച്ചു. അതിനു മുമ്പ് ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ സമുദായങ്ങൾ ഈ രാജ്യം ഭരിച്ചു. അതൊക്കെ ചരിത്ര സത്യമാണല്ലോ. അപ്പോൾ നമ്മുടെ യങ് ജനറേഷനെ ഇതൊക്കെ പഠിപ്പിച്ചാൽ മാത്രമേ ഇതിൽ ശരി ഏത് തെറ്റേതെന്ന് അവർക്ക് ഒരു ഗവേഷണം നടത്താൻ കഴിയും. അതായത് സിലബസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിലബസിൽ മാറ്റം വരുത്തുന്ന സംവിധാനത്തിൽ ഒരു സ്വാതന്ത്ര്യം കൂടി വേണമെന്ന് ആവശ്യപ്പെടാമോ? തീർച്ചയായിട്ടും സിലബസ് നമ്മൾ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ സമ്മതിച്ചാൽ നമുക്ക് അന്ന് ആലോചിക്കാം. അതനുസരിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന മുഴുവൻ സിലബസാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന 1-2 സംസ്ഥാനങ്ങൾ അല്ല, ഞങ്ങൾ പറഞ്ഞു അതൊക്കെ ഞാൻ അന്വേഷിച്ചതിനെ കുറിച്ച്. അതിനു മുമ്പുള്ള സർക്കാരുകളാണ് അതിൽ ഒപ്പുവെച്ചത്. അപ്പോൾ ഈ പറയുന്ന നിയമം ഉള്ളതുകൊണ്ട് അവർക്ക് മാറാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു, ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് ഇവർ ശ്രദ്ധിച്ചില്ല എന്ന് പറയാൻ കാരണം. ശ്രദ്ധിക്കാത്തതെല്ലാം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു കാണും. അല്ലെങ്കിൽ ഡീലിന്റെ ഭാഗമായിരിക്കും. അതാണ് ഞാൻ സംശയിക്കുന്നത്. ഡീലിന്റെ ഭാഗമായിരിക്കും. ഒരിക്കൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് കഴിഞ്ഞ 10-ാം തീയതി കൂടിക്കാഴ്ച നടത്തുന്നു. 16-ാം തീയതി ഒപ്പിടുന്നു. അവിടെയാണ് സംശയം. 18-ാം തീയതി മന്ത്രി രാജൻ ക്യാബിനറ്റിൽ ചോദിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞു പിന്നെ നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണ് അത് മാറ്റിയെന്നാണ് മാധ്യമങ്ങൾ കൂടെ വരുന്ന വാർത്തകൾ. കോൺഗ്രസ് പറയുന്നത് എന്തോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അത് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണങ്ങളുടെ പേരിലായിരിക്കും അദ്ദേഹത്തിന്റെ ആവാം, അതിന്റെ സാധ്യതയുണ്ട്. ഒരുപക്ഷെ BJPക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കണം, ഞങ്ങൾക്കൊരു ടേമും കൂടെ പ്രതിപക്ഷത്തിൽ ഇരുന്നു കൊണ്ട്, അപ്പോൾ എന്താ പറയണ്ടത്, കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിന് ഒരു ഒഴുക്കുണ്ടാകും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് തകരും, ആ സ്ഥാനത്ത് കയറാം. ഇതൊക്കെ ഉള്ള സ്വപ്നമാണ് BJPയുടെ. പക്ഷെ നടക്കില്ല. അതൊക്കെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് മാറും. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തന്നെ കുറേയേറെ പ്രസ്താവനകൾ ശശി തരൂർ MPയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ? അല്ല, സാധാരണ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എല്ലാവർക്കും അറിയാം. അദ്ദേഹം ജയിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ വരാറില്ല. മറ്റേ MPമാരോ ഇതും വരാറില്ല.
പക്ഷെ അദ്ദേഹം അങ്ങനെ ഇലക്ഷന് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടല്ലോ ഞങ്ങളുടെ പാർട്ടിക്കകത്ത്. പാർട്ടി അവർക്ക് ഉണ്ടാവുന്ന വേദന ചില്ലറയല്ല. ഇത് അവരുടെ ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ നേതാക്കന്മാർ ചെന്ന് അവരുടെ ഇലക്ഷൻ നടത്തി കൊടുക്കണം. അതാണുള്ള മാന്യത. കാരണം നമ്മുടെ ഇലക്ഷനുള്ള കടിയും കൊണ്ട് അവർ പോളിംഗ് ബൂത്തിൽ ഇരിക്കാനും വർക്ക് ചെയ്യാനൊക്കെ വരുന്നവരല്ലേ. അങ്ങനെയുള്ളവരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് വന്നാൽ, അത് എക്സോർവൈ ഞാനാണെങ്കിൽ പോലും പ്രവർത്തകരൊന്നും ഇഷ്ടപ്പെടില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പിന്നെ ഈ അദ്ദേഹം പറഞ്ഞ പോലെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഒരു മറുപടി ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഇവരാരും ഓട് പൊളിച്ചു വന്നവരല്ല. രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി, ഈ അടുത്ത കാലം വരെ സോണിയാഗാന്ധി ആണെങ്കിലും അവരൊക്കെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ലോക്സഭാംഗങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെ എങ്ങനെ നിരോധിക്കാൻ കഴിയുക? ശശി തരൂരിൻ്റെ ലേഖനത്തിനെ കുറിച്ച് മലയാള പത്രത്തിലാണ് ഞാൻ വായിച്ചത്, ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടില്ല. അപ്പം അതിൽ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് നിയമം മൂലം ഇതൊക്കെ നിരോധിക്കണം എന്നാണ്. ഒരിക്കലും നിരോധിക്കാൻ കഴിയില്ല. ഇപ്പം എനിക്ക് മത്സരിക്കണം, ഞാൻ കെ കരുണാകരൻ്റെ മകനായതുകൊണ്ട് മത്സരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുമോ? നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആ ലേഖനത്തിൽ ഈ പുറത്തു വന്നിടത്തോളം മാറ്റർ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ശുഷ്കമാണ്. അപ്പൊ അദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറയുന്നതൊന്നും അതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം വർക്കിംഗ് കമ്മിറ്റി അംഗമാണല്ലോ, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നുള്ളത്. വേറൊരു വിഷയം കൂടിയാണ് സാർ. ഈ കേന്ദ്ര നേതൃത്വത്തിൽ പലപ്പോഴും പല മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു. ഏറ്റവും ഉന്നതനായ നേതാവിന് ഒപ്പം നിന്ന് തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് തന്ത്രശാലികൾ കൂടെ വേണം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് തക്കതായ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ തക്ക ഒരു ടീം ഇല്ലേ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നു. അത് അങ്ങനെ ഒരു ഫീലിംഗ് പൊതുവായിട്ടുണ്ട്. കാരണം ഇത്രയും മികച്ച പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവിൻ്റെ ആ നേതാവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ തക്കവണ്ണം ഒരു ടീമിൻ്റെ കുറവുണ്ടോ എന്നൊരു സംശയം സാധാരണ ജനത്തിനുണ്ട്. എനിക്ക് വന്നാൽ അദ്ദേഹം പരിഹരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അധികം വൈകാതെ അതുണ്ടാകും തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ നോക്കുമ്പോൾ ലീഡറുടെ സമയത്താണെങ്കിൽ തന്നെ, അതിനുശേഷം ഉമ്മൻചാണ്ടി സാറാണ് നിന്നിരുന്ന സമയത്താണെങ്കിൽ തന്നെയും കേരളത്തിന്റെ ശരിയായ വിഷയങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ നടക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അല്ല, അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഞങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കുറേയൊക്കെ റിസൾട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തൊരു പതിവ് തവണ ചാർജ് ജനറൽ സെക്രട്ടറി സാധാരണ കേരളത്തിൽ വരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളേ വരാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവരെ ഒരു ഫുൾ ടീം, ദീപാദാസ് മുൻഷി ആണെങ്കിലും AICC സെക്രട്ടറിമാരുടെ ഒരു ഫുൾ ടീം ഇവിടെ താമസിച്ച് പ്രവർത്തിക്കുക. അത് അങ്ങ് പോലുള്ള നേതാക്കളെയും ഒപ്പം തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും ഒപ്പം ഊർജ്ജസ്വലരാക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം അവരിങ്ങനെ വാശി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ താമസിച്ച് ഇപ്പൊ ഒരു ഹോട്ടലിലൊന്നല്ല, വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. വീട് വാടകയ്ക്ക് എടുത്ത് ഇവിടുത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പ്രവർത്തകരും വിജിലൻ്റ് ആവും, നേതാക്കന്മാരും വിജിലൻ്റ് ആവും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതിൻ്റെ. എനിക്ക് അങ്ങയുടെ ഒരു ഈ ഇന്റർവ്യൂവിന് വേണ്ടി കുറെ ശ്രമിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ അഡീഷണൽ ആയിട്ട് മീറ്റിംഗ് വന്നു, പഞ്ചായത്ത് ഇലക്ഷൻ ആണല്ലോ. അതെ. അപ്പോൾ എന്തായാലും വളരെ ശക്തമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്, പാർട്ടി മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു വാക്വം ഉണ്ട്, അതുകൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലീഡർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എല്ലാവരെയും ഒറ്റക്കെട്ടായി നിർത്തിയിരുന്നു, മുന്നണിയെ എല്ലാം ഒറ്റക്കെട്ടായി നിർത്തിയിരുന്നു. അതിനൊപ്പം തന്നെ എതിരാളികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു കുറെയൊക്കെ നന്നായി ചെയ്യാൻ ഉമ്മൻചാണ്ടി സാറിനും സാധിച്ചിരുന്നു. അങ്ങനെ ഒരു ലീഡറുടെ വാക്വം ഇന്നൊക്കെ അത് സ്വാഭാവികമായിട്ടും ഒരു ഓൾഡ് ജനറേഷനിൽ നിന്ന് പുതിയ ജനറേഷനിലേക്ക് കടക്കുമ്പോൾ ഒരു വാക്വം ഉണ്ടാവും. അതുമാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഈ അങ്ങയുടെ മനസ്സിൽ എങ്ങനെ തോന്നുന്നു, സമീപ ഭാവിയിലെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റത്തെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാൻ? അല്ല, ഞാൻ പറഞ്ഞ ആശയങ്ങൾ ഉണ്ട്, എന്നാൽ അതിൻ്റെ പ്രവർത്തന രീതി മാറുകയാണ്. ഞാൻ പറഞ്ഞ ഒരു ഹൈടെക് യുഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരും ഈ സാധാരണ ഈ ടെക്കികളെ പോലെയൊക്കെയുള്ള വേഷവിധാനത്തിലേക്ക് നാളെ വന്നുകൂടായില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഡെവലപ്മെൻ്റിൻ്റെ കാര്യത്തിൽ, വികസനത്തിൻ്റെ കാര്യത്തിൽ കുറെ കൂടെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ ജനം ചിന്തിക്കാൻ തുടങ്ങി.
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹർത്താൽ എന്നുള്ളത് ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് സംസ്ഥാന ഹർത്താൽ, ജില്ലാതല ഹർത്താലുകൾ മുതൽ താലൂക്ക് ഹർത്താലുകൾ വരെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ അതിന് ഒരുപാട് കുറവ്. ഇപ്പൊ സാധാരണക്കാർ പോലും പറയുകയാണ്, പണ്ടൊക്കെ ഹർത്താൽ വരുമ്പോൾ ഒരു ആഘോഷത്തിന്റെ പോലെ, പക്ഷെ ഇപ്പൊ അവർക്കൊക്കെ ഒരു ഹർത്താൽ എന്ന് പറയാം. അതെ അതെ, ഒരു സീരിയസ്നെസ് തോന്നുന്നു അവർക്ക്. അതെ അതെ. അപ്പൊ ഇനിയിപ്പോ കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് കൃത്യമായ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കാൻ UDF-നും കോൺഗ്രസിനും സാധിക്കും. തീർച്ചയായും ഞങ്ങൾക്ക് സാധിക്കും. മാറിയ കാരണം ഒരു ഭരിക്കുന്നവരെ പറ്റി നമ്മൾ വിമർശനം ഉന്നയിക്കുമ്പോൾ ജനം പറയും ശരി, ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾ വന്നാലോ, ആ രീതിയിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും ഞങ്ങൾ. ഓക്കെ. അപ്പൊ അത് ആ മാസ്റ്റർ പ്ലാനിൽ പല കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും BJP-യുടെ കടന്നു വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ അടവുകൾ മാറുന്നുണ്ട്. പണ്ടുള്ള ഇടതുപക്ഷം അല്ല ഇപ്പോൾ. അവരും ഒരുപാട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് UDF-ന്റെ തന്ത്രങ്ങൾ മാറണം. അതനുസരിച്ചുള്ള BJP-യുടെയും തന്ത്രങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി ഞങ്ങൾ മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഇപ്പോൾ വേറൊരു വിഷയമുണ്ട് സാർ. ഈ NSS കാലാകാലങ്ങളായി UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നതാണ്. ഇപ്പോൾ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് അവർ LDF-നൊപ്പം പോയോ എന്ന്. അല്ല, ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. കാരണം അവരൊരു പരിപാടിക്ക് ക്ഷണിച്ചു, അവർ പരിപാടിയിൽ പങ്കെടുത്തു. ബാക്കിയുള്ളവർ പങ്കെടുക്കാത്ത ശരിയല്ലാതൊരു ഒപ്പീനിയൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു, NSS-നുണ്ടായിരുന്നു. പക്ഷേ അത് പങ്കെടുക്കാത്ത എത്ര നന്നായി എന്നുള്ളത് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിച്ചില്ലേ. അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് NSS എന്ന് പറയുന്നത്. മാത്രമല്ല, എനിക്ക് അവരുടെ ഒരു ശൈലിയിൽ കണ്ടൊരു പ്രത്യേകത, ഒരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയാണത്. എങ്കിൽ പോലും RSS-ന് കാലുകുത്താൻ ഇതുവരെ ഇടം കൊടുക്കാത്തൊരു സ്ഥാപനമാണ് NSS-ൻ്റെ ദേശീയ നേതൃത്വം ഉള്ള സംവിധാനം എന്ന് പറയുന്നത്. അതായത് ടോപ്പ് ബോഡി. അവിടെയാണ് എല്ലാ വർഷവും സമുദായ ആചാര്യൻ്റെ ചരമദിനം ആചരിക്കാറുണ്ട്. ജന്മദിനാഘോഷം ഗംഭീരമായിട്ട് നടത്താറുണ്ട്. പക്ഷേ ഒരിക്കൽ അവരുടെ വക്കീലായതുകൊണ്ട് മാത്രം ശ്രീധരൻപിള്ളേനെ വിളിച്ചു ജയന്തി ആഘോഷത്തിന്. പക്ഷെ അതിന് മുമ്പോ ശേഷമോ വിളിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സംഘടന, വർഗീയതയ്ക്ക് കീഴടങ്ങാത്തൊരു സംഘടന, അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയും. തീർച്ചയായും പരിഹരിക്കും ഉറപ്പായിട്ടും. അപ്പൊ ഈ സമുദായ സംഘടനകളുമായുള്ള സമവാക്യം ഇപ്പോൾ കാലം മാറിയെങ്കിൽ പോലും, ജനറേഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നെങ്കിൽ പോലും, മാറിയാലും സമുദായ സംഘടനകളുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. പക്ഷേ എന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സീനിയേഴ്സായിട്ട് ഞങ്ങൾ കുറച്ച് പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, മുമ്പൊക്കെ നമ്മുടെ മുൻ തലമുറ ചെയ്തിരുന്ന ജോലി ചെയ്യാനുള്ള അത്ര ഒരു പരിജ്ഞാനം നമ്മുടെ യങ് ജനറേഷനില്ല. പിന്നെ ഏതെങ്കിലും നമ്മൾ സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഇതാരാന്ന് ചോദിച്ചാൽ ഇത് ഇന്ന ആളാണ്, പുതിയ നേതാവാണ്. അപ്പോൾ പറയും അപ്പോഴാണ് ഒരു കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുക. അപ്പോൾ എന്തായാലും ഒരു വാക്വം ഉണ്ടാവും. അതിന് പുതിയ തലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും വാക്വം ഉണ്ടാവും. ഓക്കെ. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മടങ്ങി വന്ന് നമുക്ക് തീർക്കാം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ ശക്തമായ ഒരു വെല്ലുവിളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം തുടർച്ചയായി 2 തവണയും വളരെ 2 തവണയും 3-ാം സ്ഥാനത്തേക്ക് പോയ ഒരു സാഹചര്യത്തിലാണ് 1-ാം സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു പ്രക്രിയ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതെ. പക്ഷേ ഇപ്പം അങ്ങ് അതിന് വളരെ ശക്തമായ നേതൃത്വം നൽകുന്നുണ്ട്. കൂടെയുള്ളവർ ഒപ്പം ഓടിയെത്തുമോ? ഓടിയെത്തണമല്ലോ, എങ്കിലേ നമുക്ക് ഈ ബാറ്റിൽ ജയിക്കാൻ പറ്റൂ. ഓക്കെ. ഇൻ കേസ് ഒരു തൂക്കസഭ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സമീപനം? BJP വരാതിരിക്കാൻ ഞങ്ങൾ നോക്കും, അത് ഉറപ്പാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ക്ഷീണം പറ്റിയത്. 2015-ൽ ഞങ്ങൾ 3-ാം സ്ഥാനത്താണെങ്കിലും ഞങ്ങൾക്ക് 21 കൗൺസിലർമാരുണ്ടായിരുന്നു. അതെ. മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP-ക്ക് 35 കൗൺസിലർമാരുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ 56 പേരാണെന്ന് പ്രതിപക്ഷത്തിരുന്നത്. പക്ഷേ ഈ 56 പേര് ഒരുമിച്ച് വോട്ട് ചെയ്താൽ ഭരണം താഴെപ്പോവും. അതെ. അപ്പം ഞങ്ങൾ പലപ്പോഴും വോട്ടെടുപ്പിൽ നിന്ന് മാറിയിരുന്നു. അത് ഞങ്ങൾക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടായി. കാരണം പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ബഡ്ജറ്റിനെ എതിർക്കുക എന്നുള്ളതാണല്ലോ സാധാരണ നയം. ഭരണകക്ഷിയാണെങ്കിൽ ബഡ്ജറ്റ് കൊണ്ടുവരിക. ഞങ്ങൾക്ക് എന്താ, ബഡ്ജറ്റ് കൊണ്ടുവരാനും വയ്യ, എതിർക്കാനും വയ്യാത്ത അവസ്ഥ. ഞങ്ങൾ എതിർത്താൽ അന്ന് ഭരണം താഴെപ്പോവും. അത് താഴെ പോയാൽ ഒരു മതേതര സംവിധാനത്തിനെ ഞങ്ങളായിട്ട് വർഗീയതയോടുകൂടെ ചേർന്ന് അട്ടിമറിച്ചു എന്നുള്ള ദുഷ്പേരുണ്ടാകും. ഞാനിപ്പോഴും ഓർക്കുന്നത്, അച്യുതാനന്ദൻ നിയമസഭയിലിരിക്കെ
കോൺഗ്രസ്സുകാരെ കുറച്ച് മോശമായിട്ട് പ്രസംഗിച്ചു. അത് പറഞ്ഞു അവസാനം എല്ലാ കോൺഗ്രസ്സുകാരും BJPക്കാരായിട്ട് നാളെ മാറും, ഇന്ദിരാഭവനിൽ കാവി ചായം പൂശേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി. അന്ന് ഞാൻ അദ്ദേഹത്തിനോട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രസംഗം വന്നത്. ഞാൻ പറഞ്ഞു, അങ്ങോട്ടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ പറയുകയാണ്, അങ്ങയുടെ പാർട്ടിയുടെ മേയർ ഇന്ന് തിരുവനന്തപുരത്ത് ആ കസാലയിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്. ഞാൻ സഭയിൽ വെച്ച് പറഞ്ഞു, അദ്ദേഹം കേട്ട് ചിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇനി എന്താണെങ്കിലും ഒരു എന്താ പറയേണ്ടത്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വർഗീയതയെ ചെറുക്കുക, അതിനു വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുക, അതോടൊപ്പം തന്നെ ഒരു നയവുമായിട്ട് മുന്നോട്ട് പോവുക. ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മുന്നോട്ട് പോകും. എന്തായാലും എല്ലാവിധ ആശംസകളും നേർന്നു. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അങ്ങേക്ക് ലഭിക്കട്ടെ എന്ന് സാധാരണക്കാർ പോലും ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്നെ ഒരു ദൗത്യം ഹൈക്കമാൻഡ് ഏൽപ്പിച്ചത് തെലങ്കാന ഇലക്ഷൻ്റെ ചെയർമാനായിട്ടായിരുന്നു. ഞാനത് നന്നായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചു. അതിന് നല്ല റിസൾട്ട് ഉണ്ടായി. അത് കേരളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനത്തിലാണ് ഞങ്ങളെല്ലാവരും. അതിനിപ്പോൾ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഒരു നല്ലൊരു ടീമുണ്ട്. ഇപ്പൊ മുൻ KPC പ്രസിഡന്റ് ഹസൻ ഉൾപ്പെടെ ഞങ്ങളുടെ ഈ എല്ലാ ദൗത്യത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പിന്നെ തിരുവനന്തപുരത്തുള്ള ശിവകുമാർ, ശരത്ചന്ദ്ര പ്രസാദ് തുടങ്ങിയിട്ടുള്ള നേതൃനിരയുണ്ട്. ഇവരുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് ഞാനിത് നയിച്ചു കൊണ്ടുപോകുന്നത്. നല്ലൊരു സംവിധായകൻ ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ പിറക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും നല്ലൊരു സംവിധായകനായി അങ്ങ് ഉറച്ചു നിൽക്കും. ഞാൻ നന്നായിട്ട് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടാവും. ഓക്കെ സാർ, വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചു. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള തോട്ടുമായി മുന്നോട്ട് പോവുകയാണ് ശ്രീ KM. അദ്ദേഹത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.